ഞങ്ങളെ ഇന്ന് ഇപ്പം നമ്മൾ ബ്ലാക്ക്ബെറി പറിക്കാൻ പോവാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നമ്മൾ നടക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് ഒരു കാട് നിറയെ ബ്ലാക്ക്ബെറിയാണ്. കാട് നിറയെ ബ്ലാക്ക്ബെറി എന്നല്ല, ഒരു ബ്ലാക്ക്ബെറി കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പോയി കുറച്ച് ബ്ലാക്ക്ബെറി പറിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബ്ലാക്ക്ബെറിയുടെ ജാമോ എന്തെങ്കിലും ഉണ്ടാക്കാം ബ്ലാക്ക്ബെറി വെച്ചിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും വാട്ടോ, നമുക്ക് പോയി പറിച്ചിട്ട് വരാം ബ്ലാക്ക്ബെറി. നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സംഭവം കാണാം. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ പോയി അത് പറിക്കാം. അതിന് ഇച്ചിരി ആവിയുള്ള ദിവസമാണ്. അപ്പം അവിടെ ഒരു ട്രെയിൽ പോലെ ഉണ്ട്. ഇപ്പം നമ്മളവിടെ നടക്കാൻ പോകും. ആ ട്രെയിലിൽ നടക്കാൻ പോകുന്ന ദിവസത്തിലാണ് കണ്ടുപിടിച്ചത്, അയ്യോ ഇത് വെറും കാടല്ല, ഇത് മൊത്തം ബ്ലാക്ക്ബെറി ആണെന്നുള്ളത്. അപ്പം പിന്നെ ഇതറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ ബ്ലാക്ക്ബെറി നടത്തില്ലായിരുന്നു. എനിക്ക് 2 ബ്ലാക്ക്ബെറി ഉണ്ട് വീട്ടിൽ. തൊട്ട കീഴിൽ നോക്ക്. സാധാരണ ഇവിടെ നല്ല മഴ പെയ്യുമ്പം ഈ ക്രീക്കിൽ നിറയെ വെള്ളമായിരിക്കും, പൊക്കത്തിൽ വെള്ളമായിരിക്കും. ഈ പുല്ലൊക്കെ കണ്ടില്ലേ, ആ പുല്ല് വരെ വെള്ളം വരും. ഈ കാണുന്ന ട്രെയിൻ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദൂരം നടക്കാം. വൈകിട്ട് നടക്കാൻ പറ്റിയ ട്രെയിനാണത്. പക്ഷെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു, ഇതുപോലെ ഇങ്ങനെ കാട് കിടക്കല്ലേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം കണ്ടോ കുഞ്ഞു കുഞ്ഞു കാകൾ കിടക്കുന്നത്? അത് മൊത്തം ബ്ലാക്ക്ബെറി കേട്ടോ. ഇതിനകത്ത് മൊത്തം ബ്ലാക്ക്ബെറിയാ. ഞാൻ അടുത്ത് കൊണ്ട് കാണിക്കാം. എൻ്റെ അച്ഛൻ പറിക്കുന്നുണ്ട്. നില്ല ഒത്തിരി സൂമില്ല, കാണിക്കേ. കണ്ടോ പറിച്ച് കഴിക്കാം. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ? ഇതെല്ലാം ബ്ലാക്ക്ബെറിയാ. ഇതാണ് ബ്ലാക്ക്ബെറിയുടെ ചെടി. നോക്കൂ, ഇത് മുള്ളാണ്. ഇതിന് നല്ല മുള്ളുണ്ട്. അപ്പം ഇതിനകത്ത് കയറി പറിക്കാൻ ഭയങ്കര പാടാ. അപ്പം നമ്മൾ പഴുത്തത് പറിച്ചാൽ മതി കേട്ടോ. മുള്ളുണ്ട്, സൂക്ഷിക്കണം. ചാച്ചനവിടെ പറിക്കുക. എന്നാൽ തന്നെ ഞാനും കൂടെ കുറച്ച് അങ്ങ് ഒത്തിരി പഴുത്തത് പറിക്കണമെന്നുണ്ടാട്ടോ ചോദിച്ചോ. ഒന്ന് പിടിക്കുമ്പോൾ ഫേമായിട്ടുള്ളത് പഠിച്ചാൽ മതിയേ, കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഴുകിപ്പോവും. ഒക്കെ ഇരട്ട ബ്ലൂബെറി, ഇരട്ടപ്പഴം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇരട്ടപ്പഴത്തിനെ നമ്മൾ കാണത്തില്ലേ, അതുപോലെ ഇത് ഇരട്ട ബ്ലൂബെറി. അയ്യോ, ആ ഇരട്ടകളെ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. വീണ്ടും ഇരട്ട. ആണ്ട, നമ്മളിപ്പോൾ ഇത്രയും ബ്ലാക്ക്ബെറി പറിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. പച്ച കണ്ടില്ല, ഒന്നും കാണത്തില്ല. കാണുമോ? ഓക്കെ, അപ്പം നമുക്കിനി അതുകൊണ്ട് നമുക്ക് ജെല്ലി വല്ലതും ഉണ്ടാക്കാം. അപ്പം നമ്മൾ പറിച്ചിട്ട് വന്നിട്ടുള്ള ബ്ലൂബെറിയാണിത്. ഞാനത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചേക്കാണ്. ഞാനിത് കൊണ്ടുപോയിട്ട് നല്ലപോലെ ബ്ലെൻഡറിലിട്ടൊന്ന് ഉടച്ചിട്ട് വരാമേ. ഞാനിത് പോയി ബ്ലെൻഡറിൽ അടിച്ചിട്ട് വന്നു. ഇത് നമുക്ക് ഇനിയും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. എത്ര കപ്പുണ്ട് നമ്മളെടുത്ത ബ്ലൂബെറിന്ന് നമുക്കങ്ങനെ നോക്കാം.
1.5 കപ്പ് ഇപ്പോൾ ഉണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് അടിച്ചിട്ട് വരാമേ. നമുക്കിതെല്ലാം കൂടെ ഏകദേശം ഒരു 2.5 കപ്പോളം ഉണ്ട്. 2.5 2.25 കപ്പോളം ഉണ്ട്. സോ നമുക്കിനി എങ്ങനെ ജെല്ലിയാക്കാമെന്ന് നോക്കാം. ബ്ലൂബെറി ഒന്നെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനായിട്ട് തന്നെ ഇടാം, അല്ലെങ്കിൽ നമുക്കിത് അരിച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിതിപ്പോൾ ഇങ്ങനായിട്ട് തന്നെ ഇടുന്നത്. ബ്രെഡിനകത്ത് വെക്കുമ്പോൾ നമുക്ക് പൾപ്പോട് കൂടി തന്നെ വെക്കുന്നത് കഴിക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്കിത് അരിച്ചിട്ട് ഇതിൻ്റെ ആ പൾപ്പില്ലാണ്ട് നമുക്കിത് ജെല്ലിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഇപ്പം ഇത് പൾപ്പോട് കൂടി തന്നെയാണ് വെക്കുന്നത്. േക്കാൾ കപ്പോളം വരുന്ന പൾപ്പ് ഉണ്ടായിരുന്നു, ബ്ലാക്ക്ബെറി പൾപ്പ്. അതിലേക്ക് ഇനി ഞാൻ അതേ എമൗണ്ട് തന്നെ ഒരു 2.25 കപ്പ് പഞ്ചസാര ചേർക്കാൻ പോവാണേ. ഇത് നമ്മളൊരു ഏകദേശം ഒരു 30 മിനിറ്റോളം നമ്മളിതുപോലെ ഇളക്കണം. എന്നിട്ട് അവസാനം ഒരു കൺസിസ്റ്റൻസിയിലെത്തും, ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലെത്തും. അത് ഞാൻ കാണിക്കാം. ഏകദേശം എനിക്കിതിനെ ഉണ്ടാക്കുമ്പോൾ 30-35 മിനിറ്റിനുള്ളിലാണ് അങ്ങനെ ആകാറുള്ളത്. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ നമ്മളിങ്ങനെ ഇളക്കി ഒരു 30 മിനിറ്റ് നമ്മളിവിടെ ഇങ്ങനെ സൂക്ഷ്മതയോടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഈ പൾപ്പ്. നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഈ 15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതിപ്പം ഇച്ചിരി ലിക്വിഡി ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്, കാരണം നമ്മുടെ ഷുഗർ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് സിറപ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതായത് നമുക്ക് ലെമണേഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു 2 സ്പൂൺ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഷുഗറിന് പകരം ബ്ലാക്ക്ബെറി ലെമണേഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം നമുക്ക്. പിന്നെ ഈ ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും ഒരു സിറപ്പ് കൺസിസ്റ്റൻസിയിലാക്കുമ്പോൾ നമുക്കിത് ബോട്ടിൽ ചെയ്ത് വെക്കാം വേണമെങ്കിൽ. പക്ഷെ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ജെല്ലി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനിത് അനദർ 15 more മിനിറ്റ്സും കൂടെ ഇതിനെ നമ്മൾ കുക്ക് ചെയ്യാം. 15 മിനിറ്റ്സ് ആയപ്പോൾ ഞാൻ കുറച്ച് ആ ജെല്ലി കോമ്പൗണ്ട് എടുക്കുവാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ലെമണേഡ് ഉണ്ടാക്കാം. കുറച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കതിനകത്തോട്ട് നേരത്തെ പോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് വെറും സ്പാർക്ലിംഗ് വാട്ടർ ആണേ. കാര്യം നിസ്സാരം കണ്ടോ, നമ്മളുടെ ബ്ലാക്ക്ബെറി ലെമണേഡ് റെഡി. എങ്ങനെയുണ്ടോ ചാച്ചാ? തണുപ്പത്ത് കുടിക്കാൻ അല്ല ചൂടത്ത് കുടിക്കാൻ നല്ലതല്ലേ? പിന്നെ ഇതിനൊരു ബ്ലാക്ക്ബെറി ടേസ്റ്റ് ഉണ്ട്. ആണല്ലേ, ബ്ലാക്ക്ബെറി കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാ. ആ കുരു വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയിട്ട് അരിച്ചിട്ടിടാം കേട്ടോ. ഇപ്പൊ നമ്മുടെ മിനിറ്റ് കഴിഞ്ഞേ. നമ്മളിങ്ങനെ വരയ്ക്കുമ്പം കണ്ടോ ഇതുപോലെ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി. നമ്മളൊരു പ്ലേറ്റിൽ കുറച്ചെടുത്തിട്ടിട്ട് നമുക്കിങ്ങനെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത് കൂടി ചേരാതെ ലൈൻ വരച്ചിട്ട് വെക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നമ്മുടെ ജെല്ലിയുടെ കൺസിസ്റ്റൻസി. ഇത് നമുക്ക് ബ്രെഡിൽ തേച്ചിട്ട് ഒക്കെ കഴിക്കാം. അപ്പോൾ നമ്മളുടെ ഈ ജാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരം. ഇതിനകത്തിൽ ആകെ പാടുള്ള സാധനം പഞ്ചസാരയും ബ്ലാക്ക്ബെറിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പഞ്ചസാര ഇല്ലേന്ന് നിങ്ങൾ വിചാരിക്കും. നമുക്ക് അത്രയും പഞ്ചസാര ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പ്രിസർവിനാണെങ്കിലും ഇത്രയും പഞ്ചസാര തന്നെയുണ്ട്. പക്ഷെ ഈ പഞ്ചസാര കൂടാതെ അതിനകത്ത് ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉണ്ട്, പെക്റ്റിൻ ഉണ്ട്, പിന്നെ അല്ലാതെ കുറേ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ ഇതിനകത്ത് വെറും ഫ്രൂട്ടും ഷുഗറും മാത്രമല്ല ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഷുഗർ കുറച്ചിത് ഉണ്ടാക്കാമായിരിക്കും, പക്ഷെ ഞാനിത് കറക്റ്റ് പ്രപ്പോർഷനിലെടുത്താണ് എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് സ്റ്റോർ
സ്റ്റോർ ചെയ്ത് കുപ്പിയിലാക്കിയിട്ട് നല്ല സ്റ്റെറിലൈസ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള മേസൺ ജാർ പോലത്തെ കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്കിത് 1 വർഷത്തോളം ഒക്കെ ഉപയോഗിക്കാം. താങ്ക് യു. അപ്പം നമ്മുടെ ജാം താണ്ട് എനിക്ക് 2.25 കപ്പുള്ള ആ ജാം 2.25 കപ്പുള്ള പ്യൂറേ കൊണ്ട് ഞാൻ ഈ ഒരു മേസൺ ജാർ നിറയെ എനിക്ക് ജാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ചും കൂടെ അല്പം ബാക്കി വന്നു, അത് ഞങ്ങൾ സ്പൂൺ കൊണ്ട് കോരി കഴിച്ചു. സോ ഇത്രയും ഉണ്ടായിരുന്നു.